നമസ്കാരം. ഞാൻ ഡോക്ടർ നിർമ്മൽ മാത്യു അലക്സ്, അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലിയിലെ ഇൻറ്റേർണൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടൻ്റാണ്. ഒക്ടോബർ മുതൽ ജാനുവരി വരെയുള്ള സമയം ആരോഗ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്താണ് കൂടുതലായിട്ട് ജലജന്യ രോഗങ്ങൾ, അതായത് കോളറ പോലെ, ഹെപ്പറ്റൈറ്റിസ് എ പോലെ, ഡിസെൻട്രി പോലെയുള്ള അസുഖങ്ങൾ, അതേപോലെ വെക്ടർ ബോൺ ഡിസീസസ്, ഉദാഹരണത്തിന് ഡെങ്കിപ്പനി, പിന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, വൈറൽ ഫ്ലൂകൾ ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്തെ പ്രത്യേകതരം കാലാവസ്ഥ മൂലമാണ് ഇങ്ങനെയൊക്കെ രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രോഗങ്ങളെ പ്രതിരോധിക്കുന്നത്, എങ്ങനെ ഈ ഒരു സമയത്ത് ആരോഗ്യത്തോടെ ഇരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ സെഷൻ. കൃത്യമായി വ്യക്തി ശുചിത്വം പാലിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെ പ്രതിരോധിക്കാം. ഉദാഹരണത്തിന് നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം, വാഷ്റൂമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരു 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക. ചുമ ഉള്ള ആളുകൾ പുറത്ത് പോകുമ്പോൾ ഒരു ഹാൻഡ് കർച്ചീഫ് കയ്യിൽ എപ്പോഴും കരുതുക. ഇനിയും ഹാൻഡ് കർച്ചീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ കൈ വെള്ളയിലേക്ക് ചുമയ്ക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. അതിന് പകരം ഡ്രസ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്തോട്ട് ചുമയ്ക്കാവുന്നതാണ്. അസുഖമുള്ള ആളുകളാണെങ്കിലും ഇല്ലാത്ത ആളുകളാണെങ്കിലും പൊതുസ്ഥലത്ത് പോകുമ്പോൾ കയ്യിൽ എപ്പോഴും മാസ്ക് കരുതുക. പൊതുസ്ഥലങ്ങളിൽ ഒക്കെ നിൽക്കുമ്പോൾ, ബസ്സിൽ, അതേപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ടും മാസ്ക് ഉപയോഗിക്കുക. അതേപോലെ നമ്മൾ പുറത്തുള്ള സമയത്താണെങ്കിലും വീട്ടിലുള്ള സമയത്താണെങ്കിലും കൈകൊണ്ട് നമ്മുടെ മുഖത്തും കണ്ണിലും മൂക്കിലും ഒക്കെ തൊടുന്നത് പരമാവധി ഒഴിവാക്കുക. ഭക്ഷണ രീതികളിലോട്ട് വരുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും കഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിസര ശുചിത്വത്തെ പറ്റി പറയുമ്പോൾ പ്രധാനമായും കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സിലൊക്കെ മുട്ടയിട്ടാണ് കൊതുകുകൾ പെറ്റുപെരുകുന്നത്. അപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ ക്യാപ്പ് ആണെങ്കിൽ കൂടി അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടാൽ അത് കമഴ്ത്തിക്കളയാനും, അതേപോലെ കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകൾ നശിപ്പിക്കാനും ഈ ഒരു സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാം. രോഗപ്രതിരോധത്തിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഫ്ലൂ വാക്സിനേഷൻ. പൊതുവെ വൈറൽ ഫ്ലൂകൾ നിരുപദ്രവകരമാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും ഇത് ന്യൂമോണിയ പോലത്തെ അസുഖങ്ങളിലോട്ടും അതേപോലെ മരണത്തിലോട്ടും നയിച്ചേക്കാം. അപ്പോൾ ഒരു ഫ്ലൂ വാക്സിനേഷൻ നിർബന്ധമായിട്ടും എടുക്കുക, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, അതേപോലെ പ്രായമുള്ള ആളുകൾ. അപ്പം ഒരിക്കലും വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ 2 മുതൽ 3 ആഴ്ച വരെ എടുക്കും വാക്സിനേഷനിൽ നിന്നുള്ളൊരു രോഗപ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈറൽ ഫ്ലൂ വാക്സിനേഷൻ കാരണം രോഗം പൂർണ്ണമായിട്ട് നമുക്ക് തടയാൻ പറ്റിയില്ലെങ്കിലും രോഗത്തിൻ്റെ ഒരു സിവിയറിറ്റി നമുക്ക് നന്നായിട്ട് തടയാൻ പറ്റും. ശ്വാസകോശ രോഗങ്ങളുള്ള ആളുകൾ, ആസ്മ പോലെയുള്ള, COPD പോലെയുള്ള ശ്വാസകോശ രോഗങ്ങളുള്ള ആളുകൾ ഈ ഒരു സമയത്തിന് മുന്നേ തന്നെ അവരുടെ ഫിസിഷ്യനെ അല്ലെ പൾമനോളജിസ്റ്റിനെ കണ്ട് മരുന്നുകളെല്ലാം ഒന്ന് ക്രമപ്പെടുത്തുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് ഹെൽത്തി ആയിട്ട് ഈ സീസൺ ആഘോഷിക്കാം.